ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് എൻട്രൻസിൽ നിന്ന് പഠിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെൻഷൻസും വെറീസും ഒന്നും വേണ്ട. വൃത്തിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് മൈൻഡ് അപ്ലൈ ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉദ്ദേശിച്ച റിസൾട്ട് എന്തായാലും എത്തിച്ചേരും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരള ലോ എൻട്രൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ട രേഖകൾ, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. കഴിഞ്ഞ കുറച്ചധികം ദിവസം ധാരാളം പേര് എൻ്റെ ചോദിച്ചുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ടു അപ്ലൈ ക്ലിക്ക്. അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയും. ബേസിക് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വെക്കേണ്ട കാര്യങ്ങൾ, ഈ സാധനങ്ങളെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ എന്ത് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. ഓക്കെ, അപ്പോൾ അതില്ലാത്തവർ എത്രയും പെട്ടെന്ന് ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക. പിന്നെ വേണ്ട സിഗ്നേച്ചർ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വൈറ്റ് പേപ്പറിൽ എന്ത് ചെയ്യാം, ഒരു ബ്ലാക്കോ ബ്ലൂ ഇങ്കും കൊണ്ട് പേന എന്ത് ചെയ്തു സൈൻ ചെയ്ത് അത് ഫോണിൽ തന്നെ എന്ത് ചെയ്ത് സ്കാൻ ചെയ്തെടുത്താൽ മതി. പിന്നെ ആപ്ലിക്കേഷൻ ഫീ ആണ്. ആപ്ലിക്കേഷൻ ഫീ ഞാനിപ്പോൾ പറയുന്നത് 2025 നോട്ടിഫിക്കേഷനുള്ള ആപ്ലിക്കേഷൻ ഫീ ആണ്. 26-ലെ, അതായത് ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിലുള്ള ആപ്ലിക്കേഷൻ ഫീയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാനതൊക്കെ അറിയിച്ചേക്കാം. എല്ലാ കാര്യങ്ങളും അപ്പം ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ ജനറൽ SEBC അല്ലെങ്കിൽ ജനറൽ OBC കാൻഡിഡേറ്റ്സ് 900 രൂപയാണ്. SC ST PWD കാൻഡിഡേറ്റ്സിന് 450 രൂപ. ഓക്കെ, ജനറൽ OBC കാൻഡിഡേറ്റ്സ് 900, SC ST PWD കാൻഡിഡേറ്റ്സ് 450 രൂപയാണ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ അറിയിച്ചേക്കാം. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ രേഖകൾ വേണം? ഞാൻ ഈ മേൽ പറഞ്ഞ കാര്യങ്ങൾ, ഫോട്ടോയും സൈനും ഈ പറഞ്ഞ കാര്യങ്ങൾ, ഫീസും ഇതെല്ലാവർക്കും വേണം. ഓക്കെ, ഇനി ഞാൻ അപ്ലൈ ചെയ്യേണ്ട രേഖകൾ എന്തൊക്കെ വേണം അത് ഞാൻ കാറ്റഗറി തിരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കാറ്റഗറി തിരിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ജനറൽ കാറ്റഗറിയുടെ കാര്യം ഞാൻ പറയാം. ഓക്കെ, ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ രേഖകൾ വേണം? ഓക്കെ, അപ്പോൾ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുക, നോട്ട് ചെയ്തോളൂ. ഓക്കെ, പ്രൂഫ് ഓഫ് നാഷണാലിറ്റി. പ്രൂഫ് ഓഫ് നാഷണാലിറ്റി. നാഷണാലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വെക്കാം? നമുക്ക് ഒന്നെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഓറാണ്, ഇതെല്ലാം വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഒന്ന് ഓർ SLC ഓർ റെലവൻറ്റ് പേജ് ഓഫ് പാസ്പോർട്ട്. ഇതൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയ സർട്ടിഫിക്കറ്റ് കിട്ടും. വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ നാഷണാലിറ്റി പ്രൂവ് ചെയ്യാൻ ഒന്നെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ SLC, സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചെങ്കിൽ SLC സർട്ടിഫിക്കറ്റ് മതി, അല്ലെങ്കിൽ റെലവൻറ്റ് പേജ് ഓഫ് പാസ്പോർട്ട്. ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വില്ലേജ് ഓഫീസർ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ഇത് ഏതെങ്കിലും ഒരെണ്ണം മതി, ഇതെല്ലാം വേണ്ട. ഓക്കെ, അപ്പോൾ നാഷണാലിറ്റി പ്രൂവ് ചെയ്യാൻ ഇതേതൊന്നും. ഇനി പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി പ്രൂഫായിട്ട് ഈ പറയുന്നത് ഏതെങ്കിലും ഒന്ന് വെച്ചാൽ മതി. ഒന്നെങ്കിൽ SLC, സ്റ്റേറ്റ് സിലബസിലാണ് SLC സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി. ഇനി അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫ്രം വില്ലേജ് ഓഫീസർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചാൽ മതി. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ SLC പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ SLC സർട്ടിഫിക്കറ്റ് തന്നെ മതി. അത് തന്നെ നാഷണാലിറ്റി പ്രൂഫും, അത് തന്നെ നേറ്റിവിറ്റി പ്രൂഫും, അത് തന്നെ ഏജ് പ്രൂഫായിട്ടും വെക്കാം. ഓക്കെ, പക്ഷേ ഇപ്പോൾ CBSE പോലെ ചില സിലബസിലൊന്നും എനിക്ക് തോന്നുന്നത് ഏജ് കൊടുക്കുന്നില്ല, മറ്റേ മീൻസ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് വെക്കണം. ഇനി വേണ്ടത് നമ്മുടെ ഏജ് പ്രൂഫാണ്. ഏജ് പ്രൂഫായിട്ട് നിങ്ങൾക്ക് വെക്കേണ്ട കാര്യങ്ങൾ ഒന്നെങ്കിൽ SLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഒന്നെങ്കിൽ SLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ SLC സർട്ടിഫിക്കറ്റിലും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പ്രൂഫ് ഓഫ് നാഷണാലിറ്റി, നേറ്റിവിറ്റി, അതുപോലെ തന്നെ ഏജ് പ്രൂഫ്. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം വെച്ചാൽ മതി, നമുക്കത് പ്രൂവ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇഫ് എനി സ്പെഷ്യൽ റിസർവേഷനെ പറ്റി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സ്പെഷ്യൽ റിസർവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സും ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് വെക്കണം. പിന്നെ വെക്കേണ്ടത് ഈ ജനറൽ കാറ്റഗറി തന്നെ EWS റിസർവേഷൻ ഉള്ളവരുണ്ട്. ഇതറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ അച്ഛനമ്മയോട് ചോദിക്കുക, അവർ പറഞ്ഞുതരും. EWS റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ EWS റിസർവേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചേക്കണം. 10% സീറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റിസർവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ജനറൽ കാറ്റഗറി മുന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർ അത് വെക്കണം. ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഇഷ്യൂഡ് ബൈ വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന EWS സർട്ടിഫിക്കറ്റ്. പിന്നെ ഡിസേബിലിറ്റീസ് ഉള്ളവരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫ്രം മെഡിക്കൽ ബോർഡ്. ഓക്കെ, ഡിസബിലിറ്റീസ് ഉള്ള ജനറൽ കാറ്റഗറീസ് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫ്രം മെഡിക്കൽ ബോർഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് വെക്കേണ്ടത്. ഇതിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ എല്ലാ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസും വെക്കണം. നാഷണാലിറ്റി പ്രൂഫ്, നേറ്റിവിറ്റി പ്രൂഫ്, ഏജ് പ്രൂഫ്. ഇതെല്ലാം ജനറൽ, OBC, SC ST എല്ലാ കാൻഡിഡേറ്റ്സും വെക്കണം. ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിലേക്ക് വരുമ്പോൾ EWS റിസർവേഷൻ ഉണ്ടെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് വെക്കണം. പിന്നെ സ്പെഷ്യൽ റിസർവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വെക്കണം. പിന്നെ ഡിസേബിലിറ്റി ഉള്ളവരാണെങ്കിൽ പിന്നെന്താ
മെഡിക്കൽ ബോർഡിൻ്റെ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് വെക്കണം. ഇതിനെല്ലാം പുറമെ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റും കൂടെ എടുത്തു വെച്ചോളൂ. കാരണം നമുക്കറിയാം, നമുക്ക് ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എലിജിബിൾ ആവണം, നമുക്ക് എന്ത് ചെയ്യണം, അത് നമ്മുടെ വരുമാനം നോക്കിയിട്ടാണ്. അപ്പോൾ അതും ഇല്ലെങ്കിൽ എന്താ പറയുക, ഇൻകം സർട്ടിഫിക്കറ്റും കൂടെ എന്ത് ചെയ്ത് എടുത്ത് വെച്ചോളൂ നിങ്ങൾ. പിന്നെ ഇനി അടുത്തത് SC/BC അല്ലെങ്കിൽ OBC കാറ്റഗറി സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ രേഖകൾ വേണം. ഓക്കെ, അതിൽ ഒന്ന് പ്രൂഫ് ഓഫ് നാഷണാലിറ്റി ഞാൻ പറഞ്ഞു ഓൾറെഡി, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റോ SLCയോ റെലവൻറ്റ് പേജ് ഓഫ് പാസ്പോർട്ടോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫ്രം വില്ലേജ് ഓഫ്, ഇതിലേത് ഒന്ന് വെച്ചാൽ മതി. പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി SLCയോ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റോ സർട്ടിഫിക്കറ്റ് ഫ്രം വില്ലേജ് ഓഫീസർ, ഇതിലേതെങ്കിലും ഒന്ന് വെച്ചാൽ മതി. പിന്നെ ഏജ് പ്രൂവ് ചെയ്യാൻ ഒന്നെങ്കിൽ SL സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റോ വെച്ചാൽ മതി. ഓക്കെ, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം SC/BC അല്ലെങ്കിൽ OBC കാറ്റഗറി സ്റ്റുഡൻസിന് സീറ്റ് റിസർവേഷൻസ് ഉണ്ട്. ആ സീറ്റ് റിസർവേഷൻ കിട്ടണം നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് നോൺ ക്രിമിനൽ വെക്കണം. ആ നോൺ ക്രിമിനൽ എങ്ങനത്തെ നോൺ ക്രിമിനൽ? ഫോർ സ്റ്റേറ്റ് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ പർപ്പസ്. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള നോൺ ക്രിമിനലാണ് വെക്കണം. നോൺ ക്രിമിനൽ പല പർപ്പസിനുള്ളവരുണ്ട്. പലരും എംപ്ലോയ്മെൻറ്റിനൊക്കെ ഉള്ള നോൺ ക്രിമിനൽ വെക്കും. അപ്പോൾ എന്ത് ചെയ്യും, പിടിച്ച് തള്ളും അത്. ഓക്കെ, പിന്നെ അതിന് പിന്നാലെ ഓടി നടക്കേണ്ടി വരും നമ്മളത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള നോൺ ക്രിമിനലാണ് വേണം. അക്ഷയയിൽ പോകുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളത് പറയാം. ഓക്കെ, വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് വേണം. അത് വെച്ചാൽ മാത്രമേ നമുക്ക് OBC റിസർവേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും വേണം. പിന്നെ ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഇഷ്യൂഡ് തഹസിൽദാർ. ഓക്കെ, നിങ്ങളുടെ അച്ഛനും അമ്മയും ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രത്യേക ഫോർമാറ്റിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കറ്റ്. ഈ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടസ് വരുമ്പോൾ അതിൻ്റെ ഒപ്പം ഉണ്ടാവും, അതിൻ്റെ അവസാനമായിട്ട് ഇത് ഉണ്ടാവും. പിന്നെ ഡിസേബിലിറ്റീസ് ഉള്ളവരാണെങ്കിൽ മെഡിക്കൽ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ വേണം. അപ്പോൾ SC/BC OBC കാറ്റഗറി സ്റ്റുഡൻസ് നിർബന്ധമായിട്ട് വെക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഫോർ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ്. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളത് ആണ് വേണ്ടത്. ഇനി SC/ST കാറ്റഗറി കാൻഡിഡേറ്റ്സ് ഇവരെന്തൊക്കെ രേഖകൾ വെക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ 3 ഞാൻ പറഞ്ഞ പോലെ സെയിം എല്ലാവർക്കും വേണം. പ്രൂഫ് ഓഫ് നാഷണാലിറ്റി ഒന്നെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ SLCയോ റെലവൻറ്റ് പേജ് ഓഫ് പാസ്പോർട്ടോ സർട്ടിഫിക്കറ്റ് ഓഫ് വില്ലേജ് ഓഫീസർ, ഇത് ഏതെങ്കിലും വരണം. ഇനി പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ SLCയോ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റോ സർട്ടിഫിക്കറ്റ് ഫ്രം വില്ലേജ് ഓഫീസറോ ഇതേലും ഒന്ന് വെക്കണം. പിന്നെ ഏജ് പ്രൂവ് ചെയ്യാൻ ഒന്നെങ്കിൽ SL സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റോ. പിന്നെ SC/ST കാൻഡിഡേറ്റ്സ് അവർക്ക് റിസർവേഷൻ കിട്ടണമെങ്കിൽ അവർ നിർബന്ധമായിട്ട് വെക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ഫ്രം തഹസിൽദാർ. തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വെച്ചാൽ മാത്രമാണ് SC/ST കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് റിസർവേഷൻ കിട്ടത്തുള്ളൂ. 10% റിസർവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻ്റർകാസ്റ്റ് മാരേജ്, ഇപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ ആ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് വെക്കണം ഇൻ പ്രിസ്ക്രൈബ് ഫോർമാറ്റ് ഇഷ്യൂഡ് ബൈ തഹസിൽദാർ ഇഷ്യൂഡ് സർട്ടിഫിക്കറ്റ് വെക്കുന്നത്. പിന്നെ ഡിസേബിലിറ്റീസ് ഉള്ളവരാണെങ്കിൽ മെഡിക്കൽ ബോർഡിൽ നിന്നുള്ള എന്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ OBC കാൻഡിഡേറ്റ്സ് ഞാൻ ജനറൽ കാൻഡിഡേറ്റ്സിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റും കൂടെ എടുത്ത് വെച്ചോളൂ. ഓക്കെ, നോർമലി നോൺ ക്രിമിനൽ തന്നെ അത് മതിയാവുന്ന ഇൻകം സർട്ടിഫിക്കറ്റും കൂടെ എടുത്ത് വെച്ചോളൂ. ഇനിയിപ്പോൾ ഇ ഗ്രാൻസും കാര്യങ്ങളൊക്കെ അപേക്ഷിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആണോ, നമുക്ക് ഗവൺമെൻറ് കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് വെച്ചാൽ, അപ്പോൾ SC/ST കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ. പ്രൂഫ് ഓഫ് നാഷണാലിറ്റി, നേറ്റിവിറ്റി പ്രൂഫ്, ഏജ് പ്രൂഫ്, ഇതെല്ലാ കാൻഡിഡേറ്റ്സിനും വേണം. പിന്നെ സ്പെസിഫിക് ആയിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് EWS റിസർവേഷൻ ഉള്ളവർ EWS സർട്ടിഫിക്കറ്റ് വെക്കണം. OBC കാൻഡിഡേറ്റ്സ് അവർക്ക് റിസർവേഷൻ കിട്ടണമെങ്കിൽ നോൺ ക്രിമിനൽ, SC/ST കുട്ടികളാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ തഹസിൽദാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോസൊക്കെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി ഉറപ്പായിട്ട് സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഗൈസ്, താങ്ക് യു.